നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സിറോ മലബാർ സഭയുടെ സ്വയംഭരണാധികാരം വത്തിക്കാൻ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വത്തിക്കാനിൽ നടക്കുന്നതായി സൂചനകൾ. CMC, FCC, SD, MSJ, CSN, ഹോളി ഫാമിലി, SABS തുടങ്ങിയ സന്യസ്ത സഭകളിലെ കന്യാസ്ത്രീകളെ സഭാവിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് രംഗത്തിറക്കാമെന്നുള്ള വിമതരുടെ നീക്കം പാളി. സേവ് എ ഫാമിലി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണ കുരുക്കിൽപ്പെട്ട് എടയന്ത്രമെത്രാനും വിമത വൈദിക സംഘവും പരിഭ്രാന്തിയിലും നെട്ടോട്ടത്തിലുമാണ്. വാർത്തകൾ വിശദമായി. മൂക്കാതെ പഴുത്ത സമവായ മെത്രാൻ തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്തെ സഭാ ആസ്ഥാനത്ത് വന്ന് വിശ്വാസികളും മുൻ കൂരിയയുമായി നടത്തുന്ന സമവായ കുർബാന ചർച്ചകൾ വിശ്വാസികൾ ബഹിഷ്കരിക്കണം. കാരണം മാർപ്പാപ്പയുടെ 2021 മുതലുള്ള ഉത്തരവുകളെ മറികടന്നുകൊണ്ടുള്ള മറ്റൊരു സമവായ ഉത്തരവ് കൊണ്ടുവരാൻ സഭയിലെ മൂക്കാതെ പഴുത്ത ജോസഫ് പാംബ്ലാനി മെത്രാൻ വിമതർക്ക് വേണ്ടി ശ്രമിച്ചതാണ് അതിരൂപതയിൽ കടുത്ത വിമതരോഷം ആളിക്കത്താൻ പ്രേരണയായത്. അതിനാൽ തന്നെ സമവായ മെത്രാൻ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയും മാർപ്പാപ്പയുടെ ഉത്തരവ് വിമതരെ അനുസരിപ്പിക്കാൻ തയ്യാറാകുകയും വേണം. സഭയെ അനുസരിക്കാത്ത, സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗുണ്ടാ വൈദികർക്കെതിരെ നടപടികൾ എടുക്കാൻ പാംബ്ലാനി മെത്രാൻ മുന്നിട്ടിറങ്ങണം. വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇത്തരം വിഷയങ്ങളിൽ പാംബ്ലാനി മെത്രാൻ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികളെ അദ്ദേഹം ചെവിക്കൊണ്ടില്ല. പഞ്ചഭൂത മെത്രാന്മാരോട് ഈ കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ വിശ്വാസികൾ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ പാംബ്ലാനി മെത്രാൻ ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടി വളരെയധികം പെടാപ്പാടുപെടുന്നു എന്നതാണ് ലഭിക്കുന്ന വാർത്തകൾ. കുർബാന പ്രശ്നം അടുത്ത ഒരു വർഷം കൂടി വലിച്ചു നീട്ടാനാണ് ദുർബലമായ സഭാ നേതൃത്വം ശ്രമിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അനങ്ങാപ്പാറ നയമുള്ള മേജർ ആർച്ച് ബിഷപ്പ് ആണെന്നുള്ളത് ഏവർക്കും വളരെ സുവ്യക്തമാണ്. സഭാ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതകൾ എല്ലാം വത്തിക്കാൻ അറിഞ്ഞു കഴിഞ്ഞു. പ്രവർത്തനരഹിതനും റബ്ബർ സ്റ്റാമ്പുമായി തുടരുന്നതിനേക്കാൾ എത്രയോ ഭേദം മേജർ കാര്യങ്ങൾ വത്തിക്കാനെ അറിയിച്ച് അദ്ദേഹം മേജർ സ്ഥാനം ഒഴിയുന്നത്. കോൺഗ്രസ് വക്താക്കളായ 2 ഇസ്ലാമിസ്റ്റുകൾ സിറോ മലബാർ സഭയ്ക്കെതിരെ പൊതുവേദികളിൽ ചോദ്യം ഉന്നയിച്ചതിൽ സഭാ നേതൃത്വം എന്ത് നിലപാടുകൾ സ്വീകരിച്ചു എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം. സിറോ മലബാർ സഭ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ട പോലെ ആക്കിയെടുത്തതിന്റെ പരിപൂർണ ഉത്തരവാദിത്തവും മേജർ ആർച്ച് ബിഷപ്പിനുള്ളതാണ്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടക്കാതെ ഇത്തരം വിഷയങ്ങളിലല്ലേ സഭാ നേതൃത്വം ഇടപെടേണ്ടത്? വത്തിക്കാനിലേക്ക് അയക്കേണ്ടതായ അതീവ ഗൗരവമുള്ള ലെറ്റർ രഹസ്യമായി പൊട്ടിച്ച് കോപ്പിയെടുത്ത് സ്കാൻ ചെയ്ത് വിമത വൈദികർക്ക് കൈമാറിയ കുറ്റത്തിൽ റീജൻസി ശമ്മാശന്മാരായ 3 കുടുംബങ്ങളുടെ പ്രതീക്ഷയും വെളിച്ചവും വിമത വൈദികരാൽ ഇല്ലാതായി. സമരമുഖത്ത് കന്യാസ്ത്രീകളെ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെ വിലക്കുമായി വിവിധ സന്യാസമഠങ്ങളിൽ സഭയുടെ സർക്കുലർ എത്തിയതോടെ വിമതരുടെ മണവാട്ടികളും വിമതരുടെ അനുഭാവികളുമായ കന്യാസ്ത്രീകളെ സഭയ്ക്കെതിരെ രംഗത്തിറക്കാനുള്ള വിമതരുടെ നീക്കത്തിനും തിരിച്ചടിയായി. ബൈബിളിൽ പ്രവചിച്ച അന്ത്യകാല സംഭവങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു ഏകീകൃത മതവ്യവസ്ഥയുടെ ഒരു രൂപീകരണത്തിലേക്ക് ലോകം അടുക്കുകയാണ്. വിശ്വാസികൾ എന്ന നിലയിൽ ഈ ആഗോള മതവ്യവസ്ഥ ഏക സത്യ ദൈവത്തിനും അവന്റെ വചനത്തിനും നേർവിപരീതമായി നിലകൊള്ളുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം എപ്പോഴും ജാഗരൂകരായിരിക്കുക. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.